ഹലോ, വെൽക്കം ടു റോസസ് ടേസ്റ്റി ഹൗസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടീസിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അമ്മമാരോടൊക്കെ കുഞ്ഞുങ്ങൾ എപ്പോഴും വാശി പിടിച്ച് പറയാറില്ലേ കേക്ക് വേണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്കിത്. അതായത് നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് കേക്ക് റെഡി ആയിരിക്കും. ഇതേപോലെ ഏതെങ്കിലും മഗ്ഗോ അല്ലെങ്കിൽ കപ്പോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഡലി പാത്രം ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവത്തില്ല. അപ്പം എല്ലാ അമ്മമാർക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന, കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് ഓറിയോ ബിസ്ക്കറ്റ്. അപ്പോൾ കുട്ടികളുള്ള മിക്ക വീടുകളിൽ തന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടാവും. ഞാൻ 38 ഗ്രാമിൻ്റെ വളരെ ചെറിയ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വലിയ പാക്കറ്റാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കറ്റോളം എടുത്താലും മതിയാവും. അപ്പം ഞാനൊന്ന് പൊട്ടിച്ച് നമ്മുടെ മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനാണ്. ഒട്ടും തന്നെ കട്ടയില്ലാതെ പൊടിച്ചെടുക്കണം. ഞാൻ ആ ക്രീമൊന്നും വേർതിരിക്കുന്നില്ല, അതെല്ലാം കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നമ്മളിതിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് മധുരം പാകമായിരിക്കും. നമുക്ക് പ്രത്യേകം മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെ ചേർത്തിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് ആ കേക്കിൻ്റെ കറക്റ്റ് ഒരു വെൽവെറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് വന്നിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു അരമണിക്കൂറൊക്കെ പുറത്തെടുത്ത് വെച്ചാൽ മതിയാവും, ഫ്രിഡ്ജിലിരിക്കുന്ന പാലാണെങ്കിൽ. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് അല്പാൽപമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കൺസിസ്റ്റൻസി കറക്റ്റ് ആകുന്നവരെ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ 1/2 കപ്പ് പാല് മുഴുവനായിട്ട് വേണ്ടി വന്നില്ല. 1/2 കപ്പ് പാലെന്ന് പറയുമ്പോൾ ടേബിൾ സ്പൂണിൻ്റെ കണക്കിന് 8 ടേബിൾ സ്പൂണാണ്. എനിക്ക് 8 ടേബിൾ സ്പൂൺ വേണ്ടി വന്നില്ല. കറക്റ്റ് 7 ടേബിൾ സ്പൂൺ കൊണ്ട് എനിക്ക് ബാറ്റർ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്കത് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം പാല് വേണമെന്ന്. അതുകൊണ്ടാണ് മുഴുവനായിട്ട് ഞാൻ ഒഴിക്കരുതെന്ന് പറഞ്ഞത്. നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. നമ്മൾ ആ കേക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ബാറ്റർ ഇങ്ങനെ മുകളിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് വീഴണം. അതാണ് കേക്കിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിപ്പോൾ കറക്റ്റ് 2 കപ്പിൽ ഉണ്ടാക്കുന്ന അളവാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് സെറാമിക്കിൻ്റെ ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ സെറാമിക്കിൻ്റെ കപ്പില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ചില്ല് ഗ്ലാസ് ഇല്ലേ, അതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, ഗ്ലാസ്സൊന്നും പൊട്ടിപ്പോകത്തില്ല. ഞാൻ ചെയ്യാറുള്ളതാണ്, ഗ്ലാസ്സിലൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതോർത്ത് ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ പിന്നെ ഞാനൊരു റിങ് ഇഡ്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റിങ് ഇഡ്ലിയിൽ ഞാൻ ഇതുപോലെ ഗ്ലാസ് വെച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റിങ് ഇഡ്ലി ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ, അതിലുണ്ട്. സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചില്ലിൻ്റെ ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. സെറാമിക്കിൻ്റെ കപ്പില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചില്ല് ഗ്ലാസ് ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 സെറാമിക്കിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് അല്പം ബട്ടറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും അങ്ങ് വിട്ടു പോരാനായിട്ട് പെട്ടെന്ന് പറ്റും. കേക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ഇതേപോലെ കുറച്ച് വാവട്ടമുള്ളൊരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വാവട്ടമുള്ള ഗ്ലാസ് എടുക്കാൻ പറഞ്ഞത് കേക്ക് ഒട്ടും പൊട്ടിപ്പോകത്തില്ല നടുക്കുന്ന്. അതുകൊണ്ടാണ് ഞാൻ വാവട്ടമുള്ള ഗ്ലാസ് എടുക്കാൻ പറഞ്ഞത്. പക്ഷേ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരത്തില്ല കേട്ടോ പൊട്ടിപ്പോയാലും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ഗ്ലാസിൻ്റെ പകുതി വരെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. 2 ഗ്ലാസ് നമുക്ക് അതേപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ പഴയ ഇഡലി പാത്രം കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കില്ല, ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ സ്റ്റീമർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഇഡ്ലിക്കൊക്കെ എന്തോരം വെള്ളമാണ് വെക്കുന്നത് അതേപോലെ
നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ ഈ 2 മഗ്ഗും വെച്ച് കൊടുക്കാം. ഞാൻ ഒരു മഗ്ഗ് വന്നിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു മഗ്ഗ് വന്നിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് ചുമ്മാ മൂടിയിരിക്കുക കേട്ടോ. ഞാൻ 2 രീതിയിലും കാണിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ മൂടിപ്പാത്രം വെച്ചിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ടോട്ടൽ കറക്റ്റ് വന്നിട്ട് 15 മിനിറ്റ് ആവശ്യമുള്ളൂ. ഇത് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ല ചൂടായിരിക്കും. ഒരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൗസ് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ ഇട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ പാത്രത്തിൽ അല്പം പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഫോയിൽ പേപ്പറിൽ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഫോയിൽ പേപ്പറിലും ഇച്ചിരി അതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒട്ടും പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയേനായിരുന്നു. ഇതിപ്പോൾ അതിൽ ഇത്തിരി പറ്റിയിരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ്. അപ്പോൾ വാവട്ടമുള്ള ഗ്ലാസ് അല്ലെങ്കിൽ മഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പറ്റി പിടിക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇത്തിരി കുഴിഞ്ഞു പോയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. റെഡി ആയിട്ടുണ്ട് നമ്മുടെ മഗ് കേക്ക്. ഇവിടെ റെഡി ആയിട്ടുണ്ട് മഗ് ഓറിയോ കേക്ക്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതലും ചോക്ലേറ്റ് കേക്കിനോടാണല്ലോ താല്പര്യം. അപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. ഞാൻ ഓൾറെഡി ഓറിയോയുടെ തന്നെ ഒരു കേക്ക് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമുക്കൊരു 15 മിനിറ്റിൽ ഇഡ്ഡലി പാത്രത്തിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ പുറമേ ഒന്ന് വെച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എത്രയും പെട്ടെന്ന് വരാം. താങ്ക്